എന്ത് പ്രതികൂലമായ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്ത് പ്രതികൂലാവസ്ഥകൾ ഒരാളിൽ നിന്നുണ്ടായാലും നമ്മൾ നമ്മുടെ സമനില കൈവിടാതെ പെരുമാറാൻ പറ്റുക. അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കഴിയൂല. നമ്മൾ മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെ ഉൾക്കൊള്ളാനും വിട്ടുവീഴ്ച ചെയ്യാനും ഹൃദയ വിശാലതയോടുകൂടി അതിനെ കാണാനും പറ്റാത്ത ഒരാൾക്ക് മറ്റൊരാളോട് നല്ല നിലക്ക് പെരുമാറാൻ എന്ത് ചെയ്യില്ല, സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബ്, നീ പരുഷ സ്വഭാവിയും അതേപോലെ തന്നെ കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലൻ ഫല്ലു മിൻ ഹൗലിക്, അവരൊക്കെ നിന്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അങ്ങനെയാണ് ആയത്ത് തുടങ്ങണം. നീ അവരോട് വളരെ സൗമ്യമായി പെരുമാറി. ശത്രുക്കൾ എത്രമാത്രം അതിശക്തമായി പ്രതികരിച്ചിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു മാനസികമായ ആ ഒരു മയത്തോടുള്ള പെരുമാറ്റത്തിൽ വീഴ്ച വരുത്തിയില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രതികൂലതകളെല്ലാം ഉൾക്കൊള്ളുവാനും നമ്മുടെ വിഷമങ്ങളെല്ലാം ഉൾക്കൊള്ളുവാനുമുള്ള ഒരു മനസ്സിൻ്റെ വിശാലത നമുക്ക് എല്ലാവർക്കും വേണം. എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം, ഇനി ഒന്നുമില്ലെങ്കിൽ ഉള്ള നിസ്സാരമായ ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് മനസ്സെന്ത് ചെയ്യും, നമ്മൾക്ക് സ്വൈരം തരാതിരിക്കും. ഇനി പ്രത്യേകിച്ച് അങ്ങനെ സങ്കടപ്പെടാനും വിഷമിക്കാനൊന്നും ഒരു കാര്യമില്ല എന്ന് തന്നെ വിചാരിക്കും. എന്നാൽ അതിനിസ്സാരമായ നമ്മുടെ ഒരു ജീവിത പ്രശ്നത്തെ എടുത്തു വെച്ച് മനസ്സ് നമ്മളെ അസ്വസ്ഥമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പോസിറ്റീവായിട്ട് എല്ലാറ്റിലും ഒരു അനുകൂലമായ ചിന്ത